വെൽക്കം ബാക്ക് ടു മൈ ഈവനിങ് വ്ളോഗ്. സോ ദേ ഞാൻ തണലത്തൊന്ന് പോയി നിൽക്കട്ടെ കേട്ടോ. ഞാൻ രാവിലത്തെ വ്ളോഗ് വേഗം ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ വ്ളോഗിൽ ഇനി നന്നായിട്ട് സ്മൈൽ ചെയ്തിട്ട് ഇന്നത്തെ വ്ളോഗിൽ സ്മൈൽ ചെയ്യാനാട്ടോ മാക്സിമം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കുറേ സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ രണ്ട് സംഭവങ്ങൾ, രണ്ട് കോൺസെപ്റ്റും തീംസും ഉണ്ട് കേട്ടോ. അതായത് അതിലിങ്ങനെ ഈഡിപ്പസ് കോംപ്ലക്സ് പിന്നെ ഇലക്ട്ര കോംപ്ലക്സ് കൊണ്ട് രണ്ട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫങ്ഷൻ ഇംഗ്ലീഷിൽ പഠിക്കുന്ന സമയത്ത് ഈഡിപ്പസ് റെക്സ് പറഞ്ഞിട്ടൊരു ഡ്രാമ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ചിരിച്ചു തള്ളി. ബട്ട് അതിന് പിന്നിലുള്ളൊരു സൈക്കോളജി എന്താന്നുള്ളത് പിന്നീട് നമ്മൾ ഈ നാട്ടിലും, ഈ നാടിൻ്റെ സെൻസ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അങ്ങ് മനസ്സിലാവും കേട്ടോ. ഈഡിപ്പസ് കോംപ്ലക്സ് എന്താണെന്നുള്ളത് നോക്കിക്കോളൂ. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളോ തോന്നുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ക്ലൈമറ്റൊക്കെ നല്ലോണം ഇപ്പം കുറച്ച് മൈൽഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് വെയിലാറിയിട്ടുണ്ട്. സോ ബാക്ക് ക്യാം ഓണാക്കുക കേട്ടോ. അത് നോക്കി നല്ല ഭംഗിയാട്ടോ കാണാൻ. എനിക്കില്ല, ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സൗണ്ട്സ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് സൗണ്ട്സ് വരും പോലെ തോന്നേ. ഇത് കണ്ടോ, ഇനി കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് ഇൻഷോട്ടിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് തരാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കാം. സുധി ചായക്കൊപ്പം ഉള്ള കടിയാട്ടോ, ഉള്ളിപ്പൊക്കവടയാണേ. നന്നായിട്ടുണ്ട് കേട്ടോ, അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പം എന്തായാലും ഞാൻ ചായ കൂടി കുടിക്കട്ടെ. ചായ ഞാൻ ഉണ്ടാക്കിയതാ. നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, വലുതാണേ. ഒരാളിവിടെ ഫുഡ് കഴിക്കാതെ ഇരിക്കുക കേട്ടോ. ഞാൻ എന്തായാലും കുറച്ചു നേരം അവൻ്റെ അടുത്തൊന്ന് പോയി. അവിടെയൊക്കെ ഫുൾ വെയിലാട്ടോ. പിന്നെ കുറേ പട്ടത്തണ്ടൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ വലിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കായ്ക്കുന്നില്ല കേട്ടോ. കായ്ച്ചിട്ടുണ്ട്, ബട്ട് അതൊന്നും വലുതായിട്ടില്ല. അത് മൂത്തിട്ടില്ല. മൂത്താലാണ് വലിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ കുറച്ച് ഇവിടുന്ന് മാങ്ങയൊക്കെ അച്ഛനും അമ്മയും കൂടെ വലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഒരു കുപ്പിജാറ് കിട്ടിയിട്ട് വേണം അച്ചാർ ഇടാൻ കേട്ടോ. അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് അറിയാൻ പറ്റും. ഒരു കുപ്പിജാറ് ഇനി എവിടെ നിന്ന് ഒപ്പിക്കാന്ന് അറിയില്ല കേട്ടോ. എവിടെന്നെങ്കിലും കിട്ടണം എനിക്ക്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഭരണിയുടെ പോലെയുള്ള ഒരു ജാറില്ല, അങ്ങനത്തെ കിട്ടണം എന്നാട്ടോ എനിക്ക് ആഗ്രഹം. ഈ ആംഗിളിൽ എടുക്കുമ്പോൾ സൺഷെയ്ഡ് കറക്റ്റായിട്ട് ഫേസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് ലോ ആംഗിളിൽ വരുമ്പോൾ അത് ഭയങ്കര ഇങ്ങനത്തെ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോഗ്രാഫി ഒക്കെ പിടിക്കില്ലേ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ജസ്റ്റ് നോർമൽ ഒരു സെൽഫി സ്റ്റിക്കിൽ ബിഗിനേഴ്സൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിച്ചാലാണ് നമുക്കതൊന്ന് കറക്റ്റാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഫേസ് കുറച്ച് ക്ലോസിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം ഈ പോർഷൻ കണ്ടാലും പ്രശ്നമില്ല, ഇങ്ങനെ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് അത്ര ബോറായിട്ട് ഫീൽ ചെയ്യില്ല. എൻ്റെ ഫേസ് പക്ഷേ ഞാൻ അറിയാതെ ഹാൻഡ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്യും, അതുകൊണ്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത് കറക്റ്റ് പിടിക്കുന്നത് കറക്റ്റായിട്ട് പിടിച്ച് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതായത് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള, ഇപ്പം ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പിടിച്ച് നോക്കുന്നത് സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ബ്രൈറ്റ്നെസ് ഉള്ളവിടെ വന്നങ്ങനെ നോക്കി ചെയ്യുക കേട്ടോ. അവിടെ ബാക്കിൽ എപ്പോഴും ഒരു സൗണ്ട് കേൾക്കൂട്ടോ. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ച് പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. പടക്കം വരുന്നില്ല കേട്ടോ, പക്ഷെ അത് തോട്ടിൽ തുണിയിട്ട് അടിക്കുന്നൊരു സൗണ്ടായിരുന്നു കേട്ടോ കേട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന കാലം മുതൽ ഇവിടെ നിൽക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സൗണ്ട്സ് ഇങ്ങനെ പുറത്തേക്ക് വരാറുണ്ട്. അത് തോട്ടിൽ തുണി വെച്ച് അടിക്കുന്നൊരു സൗണ്ടാട്ടോ. അതിൻ്റെ ഒരു വൈബ്രേഷൻ ഇങ്ങോട്ട് നന്നായി, എഫക്റ്റ് ഇങ്ങോട്ട് നന്നായി അടിക്കും. ഈ സൈഡിലോട്ട് അടിക്കും. പിന്നെ അവിടെ വരുന്ന സൗണ്ട്സിൻ്റെ എല്ലാം ഇങ്ങോട്ട് അടിക്കാറുണ്ട് കേട്ടോ. അവിടെയൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ നന്നായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഫുൾ ചുറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഇവിടെ വീടുകൾ അധികമില്ല,
ആ കൂടെ കുറച്ച് വീടുകളേ ഉള്ളൂ. പക്ഷേ സൗണ്ട്സ് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇതിങ്ങനെ കുരങ്ങൻ്റെ ആണോ എന്ത് അനിമലിൻ്റെ ആണെന്ന് അറിയില്ല. ഇങ്ങനെ സൗണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അവിടെ ത്രോട്ടൊക്കെ പോയിരിക്കുകയാണ്. പ്ലാവിൽ ചക്കയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടെ വലുതാവാനുണ്ട് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് പഴുക്കുമ്പോഴേക്കും ഫുൾ താഴേക്ക് വീഴാറാട്ടോ പതിവ്. ഇവിടെ ഇടാനൊന്നും വരാറില്ല തോന്നുന്നു കേട്ടോ. ഇത് ടോഗ് നമുക്ക് വീഡിയോയ്ക്കൊക്കെ കുറച്ച് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ നന്നായി കിതയ്ക്കുന്നുണ്ട്, അവന് നന്നായി വെള്ളം ദാഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല തോന്നുന്നു പ്രോപ്പറായിട്ട്. അത് കഴിച്ചിട്ട് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഈ നമ്മുടെ മുളക് ചെടി ഇവിടെ നല്ല വെയിലാട്ടോ ഈ സൈഡിൽ, അതുകൊണ്ട് ചെറിയൊരു വാട്ടമുണ്ട്. പിന്നെ വഴുതനങ്ങ 2 ചെടികളാട്ടോ വഴുതനങ്ങയുടെ ഉള്ളിൽ. പിന്നെ ഇത് ഇവിടെ വേറൊരു ചെടിയുണ്ട്. പിന്നെ അപ്പുറത്തും വേറൊരു ചെടിയുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇതും ഏതാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് കണ്ടിട്ട് ഇതിന്ന് ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഒന്നും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്നും അറിയില്ല. ഇതൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നത് നല്ലതാട്ടോ. നല്ല ഔഷധ ഗുണമുള്ളതാ തോന്നുന്നു. ഇത് നല്ല മുളകാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. പച്ചമുളകാണോ എന്ത് മുളക്, കാന്താരി മുളകാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇത് ഇവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി. ഇവിടെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചോദിക്കാതെ പറിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കറിവേപ്പില. വീട്ടിൽ നിന്നിപ്പോൾ നമ്മൾ എന്തൊരു സാധനം എടുക്കണം ചോദിച്ചെടുത്തിട്ട് പോകുന്നത് കുറച്ച് നല്ലതല്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കാതെ പൊട്ടിച്ചിട്ട് പോകുന്നത് അത്ര നല്ലതല്ല.